ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ഫ്ലൈറ്റ് വീഡിയോ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആകുമ്പോൾ ലൈവാസ്റ്റ് ഗോപാണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളൊന്ന് നോക്കുന്നത് പാറ്റ്ന സ്പെഷ്യാലിറ്റി, പാറ്റ്നയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. ബീഹാറിൻ്റെ തലസ്ഥാനമാണ് പാറ്റ്ന എന്നത്. ബീഹാറിൻ്റെ തലസ്ഥാനവും ബീഹാറിലെ ഏറ്റവും വലിയ നഗരവുമാണ് പാറ്റ്ന. അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ 19ാമത്തെ നഗരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ 15ാമത്തെ ഹൈക്കോടതി ആസ്ഥാനവുമുള്ളൊരു നഗരമാണ് പാറ്റ്ന എന്നത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 250 കിലോമീറ്റർ സ്ക്വയറാണ് ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2.5 ദശലക്ഷത്തിലധികമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സിറ്റികളിലൊന്നാണ് പാറ്റ്ന എന്നത്. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇത് പാടലിപുത്രം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതായത് BC 490 ഈ നഗരം സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചത് മഗധ രാജാവാണ്. മഗധ രാജവംശത്തിലെ രാജാവാണ് ഇത് സ്ഥാപിച്ചത്. അപ്പോൾ ആ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു പാറ്റ്ന. പിന്നീട് AD ആവുന്നു. പിന്നീട് 1500കളിൽ അക്ബർ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിലാവുന്നു പാറ്റ്ന. പിന്നീട് 1612 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഒരു ഫാക്ടറി സ്ഥാപിക്കുകയാണ് 1612. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കൈകളിൽ. പിന്നീട് 1900 ആയപ്പോഴേക്കും ബംഗാൾ, 1900 മുമ്പ് 1800കളായപ്പോഴേക്കും ബംഗാൾ മേഖലയിലെ ഏറ്റവും വലിയ നഗരമായിരുന്നു പാറ്റ്ന എന്നത്. പിന്നീട് അത് കൊൽക്കത്തയായി മാറി. പിന്നീട് 1912 ബംഗാൾ പ്രൊവിഡൻസി വിഭജിച്ചപ്പോൾ ഒറീസയുടെയും ബീഹാറിൻ്റെ തലസ്ഥാനമായി മാറി. പിന്നീട് 1936 ഒറീസ വേർപിരിഞ്ഞ് അതോടെ ബീഹാറിൻ്റെ തലസ്ഥാനമായിട്ട് ഇത് തുടരുന്നു. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ബീഹാറിൻ്റെ തലസ്ഥാനമായിട്ട് ഇത് തുടരുകയാണ് പാറ്റ്ന എന്നത്. അതോടൊപ്പം ബുദ്ധമതം, ജൈനമതം, ഹിന്ദുമതം എന്നീ മതങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം പാറ്റ്നയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.